ബെതേൽ ക്രിസ്ത്യൻ അസംബ്ലിയിലെ ഒരു ലേഡീസ് മീറ്റിംഗ് നമുക്ക് കാണാം. ആദ്യമായി സിസ്റ്റർ ജിബി ഇവാന്റെ ഭവനത്തിലേക്ക്. അച്ചാച്ചോ, സമയം 10 മണിയായി. ഈ അച്ചാച്ചൻ എവിടെ പോയി കിടക്കുന്നു? മനസ്സിലാകുന്നില്ല. ലീനച്ചന്റെ വീട്ടിൽ പ്രാർത്ഥനയും കൂടെ. കൊച്ചിനെ കാണാനില്ല, അച്ചാച്ചനെ കാണുന്നില്ല. കൊച്ചിന്റെ ആണെങ്കിൽ ഇത് കിടക്കുന്ന കണ്ടോ, സാധനങ്ങളൊന്നും അടക്കി വെച്ചിട്ടില്ല. എന്റെ കർത്താവ്, ഇനി ഇതെല്ലാം ഞാൻ അങ്ങ് ചെയ്യണമല്ലോ. ബാത്റൂമിൽ പോയേക്ക് കിടക്കുക. ബാത്റൂമിലാണെന്നാ പറഞ്ഞത്. അങ്ങാട് വല്ലതും ഉണ്ടോ? ഓ, ഇല്ലെന്നാ തോന്നുന്നേ. ഇനി വല്ല കോസ്റ്റ കോഫി വല്ല പോയതാണോ കൊച്ചിനെ പറക്കിക്കൊണ്ട്? ഏതായാലും ഇനി ടാക്സി എങ്ങാനും പിടിച്ചോണ്ട് പോകാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ, വരുന്നത് വരട്ടെ. അടുത്തതായി ലേഡീസ് മീറ്റിംഗ് നടക്കുന്ന സിസ്റ്റർ ലീന ബിജുവിന്റെ ഭവനത്തിലേക്ക്. ഇവിടെ പോയി ഈ മനുഷ്യൻ പാലും മേടിച്ചു തന്നില്ല. ഇപ്പൊ പ്രാർത്ഥനക്കാരിക്ക് വരികയും ചെയ്യും. രാവിലെ 4 മണിയായപ്പോ ഇനി സെലക്ഷൻ ന്യൂസും കണ്ടോണ്ടിരിക്കുന്ന കണ്ടത്. എവിടെ പോയോ ആവോ ദൈവമേ. ഒരു പാല് പോലും മേടിച്ചു തന്നില്ല. ഞാൻ ഇനി എന്തോ ചെയ്യാം? പിള്ളേരെ കൊണ്ട് ആ മനുഷ്യൻ എങ്ങോട്ടോട്ട് പോയി? തിരിച്ചു വന്നില്ലേ ഇതുവരെയും? എന്റെ ചേച്ചി ഒന്നും പറയണ്ട, അവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാ. അതുവഴി ഓഫീസിൽ പോയി കാണും. എന്നാൽ ഒന്നൊന്ന് പറയണ്ടായോ? ഞാൻ എന്നാ പോയി എന്ന് വീട്ടിൽ ഇരിക്കുന്ന നമുക്കൊരു സമാധാനം വേണ്ടായോ? അതൊക്കെ പോട്ടെ ചേച്ചി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചേച്ചിയോട് പറയാനുണ്ട്. ഈ കഞ്ഞിയുടെ കാര്യമോ വേറെ ഒന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാവേ, എന്നെ കൊണ്ട് പറ്റത്തില്ല എല്ലാ ആഴ്ച ഈ പരിപാടിക്ക് കേട്ടോ. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത പ്രദേശ മീറ്റിംഗ് വെക്കാം. നമുക്ക് ഈ കാര്യം അവതരിപ്പിക്കാം. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. എന്നാ കഞ്ഞിയുടെ പ്രശ്നം ഇതുവരെ മാറിയില്ലേ? എന്റെ പൊന്നു കൊച്ചേ, ഒന്നും പറയണ്ട. വന്നിപ്പോ ഒരു മനുഷ്യന്മാരെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ പറ്റും, ഒരു അത്യാവശ്യം വന്നാ ഫോൺ എടുക്കത്തില്ല. അവരുടെ വിചാരം എന്തുവാ? കഞ്ഞി ഉണ്ടാക്കണം, മോരുണ്ടാക്കണം, കറി ഉണ്ടാക്കണം എന്നവരുടെ വിചാരം. എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിട്ട് താമസിച്ച് വരാനാ സമയം 10 കഴിഞ്ഞല്ലോ. അതൊന്നും പറയണ്ട. M50 എന്തോരം ആക്സിഡന്റുകളാണ് നടക്കുന്നത്. എനിക്കറിയത്തില്ല എന്നതാണ്. രാവിലെ ജോഷി മാമനും ആ പിള്ളേരെ പൊടി കൊച്ചിനെ എടുത്തോണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോയി. എനിക്കറിയത്തില്ല ഇത് എന്തോ ചെയ്യാനാണ്. എയർപോർട്ട് കണ്ടു എന്തോ ചെയ്യാനാ ഇപ്പം. എന്നാ കഷ്ടമാ നോക്കിക്കോണേ. ചേച്ചിയേ, മീൻകറി വല്ലതും വെച്ചതിരിപ്പുണ്ടോ ചേച്ചി? എടീ, ഞാൻ ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ട് ചേച്ചി. ആ ചട്ടി എടുത്ത് മാറ്റിക്കോ, ജിബി വരുന്നുണ്ട്. മാറ്റി വെച്ചേക്കല്ലേ, അതിന്റെ ബാക്കി പോലും കാണുവേല. ഹലോ ജിബി, എന്നാണ്ട് വിശേഷം? എന്റെ കൊച്ചിനെ കണ്ട് എത്ര നാളായ. എന്നാണ്ട് മക്കളെ വിശേഷം? നീ വന്നോ? എന്തിയടി? എടി, നിന്റെ കൊച്ചെത്തിയെ വല്ലവരെ ഏൽപ്പിച്ച് കാണും. എനിക്കറിയത്തില്ല. അച്ഛനെ ഇന്ന് കോസ്റ്റ കോഫിയിലാണോ പോയത്? എവിടെ കാണുന്നില്ല അച്ഛനെ. പിന്നെ ഒന്നും ഇല്ലടി, മീനൊന്നും കിട്ടിയില്ല, മീൻകറി ഒന്നും വെച്ചില്ല. മീനൊക്കെ വാങ്ങിച്ച് സ്റ്റോറേജ് ഇന്നൊന്നും ഇല്ല. നീ കയറി കാണുന്നില്ലടി. വാസ്ത്രയും പിള്ളേരെയും കാണുന്നില്ല. രാവിലെ തൊട്ട് കാണുന്നില്ല. ഇവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. രാവിലെ 4 മണിയായപ്പോ എണ്ണീച്ചിരുന്ന് ഇലക്ഷൻ കാണുന്നേ കണ്ടു. എവിടെ പോയോ ആവോ? എടി, അക്സാബൽറാം വരാന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇന്നലെ കൊച്ചു വയ്യാതെയാ പോയത്. പാസ്റ്ററാൻഡി വിളിക്കുന്നുണ്ടല്ലോ. ഹലോ പാസ്റ്ററാൻഡി. നീ എവിടാ? ഞാൻ എപ്പോഴും റെഡിയായി നിൽക്കണെന്നറിയാം. എബി സാർ ഇതുവരെ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വൈകി പോയത്. ഞാൻ എത്തി കേട്ടോ, അതെ വന്നു. നിന്റെ പതിവ് ഡയലോഗ് അല്ലേ അത്? എപ്പോഴും നീ അങ്ങനെയല്ലേ? സോറി പാസ്റ്ററാൻഡി. എന്നാടി കൊച്ചേ നീ താമസിച്ചു വരാന്? എബി സാർ വരാൻ വൈകി അതുകൊണ്ടാ. എബി സാറിന്റെ കാര്യം ഒന്നും പറയണ്ട. മിക്കവാറും ഡയന ചേച്ചിക്ക് ഡ്യൂട്ടി എങ്ങാനും ആയിരിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. നമുക്ക് നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ലിബിൻ പ്രാർത്ഥിക്കുന്ന എടി സുമി, ഇതെന്തോ നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതല്ലേ? എന്റെ ചേച്ചി എന്തുവാ ഈ പറയുന്നത്? ഫണ്ടില്ലാതെ വല്ല കാര്യങ്ങൾ നടക്കുവോ ചേച്ചി? ചേച്ചി ഒന്ന് നോക്കിക്കേ. അപ്പുറത്തെ സഭകളിലൊക്കെ ആണെങ്കിൽ എന്തെല്ലാം പുതിയ ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്ന യോഗത്തിന് തുടങ്ങി കഴിഞ്ഞല്ല ഈ പൈസയുടെ ബിസിനസ് ഒക്കെ. അതൊക്കെ പിന്നെ അതിന് മുമ്പ് നടക്കണമായിരുന്നു. ഫണ്ടിന്റെ വരുന്നു. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഡഗ്ലസ് ബ്രദറാ വിളിക്കുന്നത്. എന്തുവാണാവോ? ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ലീന, രാജി അങ്ങോട്ട് രാവിലെ ഇറങ്ങിയല്ലോ പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞു. ഇത് വിളിച്ചിട്ടും കിട്ടുന്നില്ല. എവിടെ പോയി? ഇനി എങ്ങാനും കറങ്ങി അടിച്ചതിൽ നടക്കുന്നുണ്ടോ?
ചെയ്യാം, നോക്കാം നമുക്ക്. ആ എന്നാ ഓക്കെ. ചേച്ചി? ഡക്ലസ് ബ്രദർ രാജിയെ കാണുന്നില്ലെന്ന് രാവിലെ മുതല്. ആ താഴെ ഡാൻസിൽ കാണുമെന്നേ. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അതിന് പ്രാന്ത. അത് ഇറങ്ങുകയല്ല കട കയറി കഴിഞ്ഞാൽ. അവിടെ കാണാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ചേച്ചി. നമുക്ക് പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിക്കും. ആ ഞാനാണോ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ആരും കൈവിടപ്പെടാതെ എടുക്കപ്പെടുവാൻ സഹായിക്കണമേ. ആമേൻ. നമുക്ക് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുക. അച്ഛന്മാര് രണ്ടുപേരും കൂടെ പാട്ടിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും ഇപ്പം. ആ ദൈവമക്കളെ, നമ്മളെല്ലാവരും അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് തന്നെ താഴ്ത്തി ഒരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയുടെ റീഡിങ്ങിന് വേണ്ടി സിസ്റ്റർ അക്സ ജോഷിയെ ക്ഷണിക്കുന്നു. നമുക്ക് കർത്താവുതൻ ഗംഭീരനാഥത്തോട് അങ്ങ് പാടിയാലോ. അപ്പൊ കർത്താവിന്റെ വരവിനെ പറ്റി അങ്ങ് പാടാം അല്ലേ? കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും. നമുക്കിനി സാക്ഷിവാചകങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും സാക്ഷി പറയണമെങ്കിൽ പറയാം, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയം പറയാനുണ്ട്. ഞാനിവിടെ അതീവ ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. ഇന്നലെ രാത്രി കാലം ഞാനൊരു വികാരഭരിതമായ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ ഷീജാൻ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ ചില ദിനങ്ങളായി പിന്മാറ്റത്തിലായിരുന്നു. ഞാൻ അറിയാതെ സ്വപ്നത്തിൽ ആ വിഷമത്തിൽ ഷീജാൻ്റെ കൊങ്ങായിക്ക് കയറി ഒന്ന് പിടിക്കുകയും ചെയ്തു. എനിക്ക് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിഷമമായി. ഒന്ന് സോറി പറയാൻ നോക്കുമ്പോൾ ഷീജാനെ കാണാനില്ല. ഞാൻ വിളിച്ചു നോക്കി, അവിടെ എല്ലാം പരതി നോക്കി, കണ്ടില്ല. ഇനി പിന്മാറ്റത്തിലെങ്ങാണമാണെങ്കിൽ മടങ്ങി വരുവാൻ പ്രിയ സഹോദരിമാരെല്ലാവരും പ്രാർത്ഥിക്കണം. സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. സഭയിലൊന്നും ഇത് പറയല്ലേ. ഞാൻ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്മാറ്റത്തിൽ പോയി നഷ്ടപ്പെട്ടു പോകാതെ ഒരു മാനസാന്തരം കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവസാനം മെസ്സേജിന്റെ സമയം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിഷയത്തെ ഓർത്ത്. ഇപ്പൊ വചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ശ്രദ്ധിക്കാം. ജിബി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ഇപ്പൊ സംസാരിക്കുന്നതായിരിക്കും. കൊണ്ടുവരാൻ മറന്നുപോയടി. നീ മറന്നോ ബൈബിൾ കൊണ്ടുവരാൻ? ബൈബിൾ ഉണ്ടോടി? എല്ലാ ഇതെന്ത് പടി വെച്ച് വായിക്കുന്നേ? ക്രൈസ്തലോടെ എല്ലാ ദൈവമക്കൾക്ക് സ്നേഹവന്ദനം. നമുക്കിന്ന് അറിയാം, ഇന്നൊരു ദുഷ്കാലമാകിയാൽ നമുക്ക് വളരെ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു അല്പസമയം പ്രസംഗിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെല്ലാം ഇരിക്കുന്നു. എന്താണ് ഒരു പ്രശ്നം? എന്നാൽ നമുക്ക് വായിക്കാം. അക്സ വായിക്കാമോ? മലാക്കി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും. ഒന്നവിടെ നിന്നെ ഒന്ന് ഒരു കാര്യമുണ്ട്. നിങ്ങളിത് കൊല്ലം കണ്ടോ? നീ ഒന്ന് വായിച്ചേടി വെച്ചേ. കണ്ണു കാണാൻ മേലെ പ്രായമായില്ലയോ? ഒന്ന് വായിച്ചേ. അപ്രത്യക്ഷതകളും അപകടങ്ങളും ലോകം ആശങ്കയിൽ. മെയ് 4, 2026. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ അപ്രത്യക്ഷമാകുന്നതും അസാധാരണ അപകടങ്ങൾ വർദ്ധിക്കുന്നതുമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചിലർ വീട്ടിലിരിക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ യാത്രക്കിടെ പെട്ടെന്ന് കാണാതായി ബന്ധുക്കൾ പറയുന്നു. വിമാനങ്ങളും വാഹനങ്ങളും നിയന്ത്രണം നഷ്ടപ്പെട്ട സംഭവങ്ങൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ചില കേസുകളിൽ ഡ്രൈവർമാരോ പൈലറ്റുകളോ അപ്രത്യക്ഷമായിരിക്കാമെന്ന സംശയവുമുണ്ട്. സംഭവങ്ങളുടെ കാരണം വ്യക്തമല്ല. ചിലർ ഇത് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടതാകാമെന്ന് കരുതുമ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ചിലർ ഇത് യേശുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളാകാമെന്ന വിശ്വാസവും പ്രകടിപ്പിക്കുന്നു. അധികൃതർ അന്വേഷണം തുടരുകയാണെന്നും ജനങ്ങളോട് ശാന്തത പാലിക്കാനും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൈവമേ, കർത്താവ് വന്നു എന്നല്ലേ പറഞ്ഞത്? ദൈവമേ, എന്റെ വായി വച്ചം പോയിട്ട് ഞാൻ പോയില്ലല്ലോ. സത്യവാ. എന്തോ ചെയ്യും, ഞാൻ കൈവിട്ട് പോയല്ലോ. നമ്മള് പാടിയതെല്ലാം വെറുതെ ആയി പോയി. ആ എബി പോയില്ലല്ലോ. ഞാൻ വിചാരിച്ച എബി പോവായിരിക്കുന്നു. സമാധാനം ഒരാളെങ്കിലും ഉണ്ടല്ലോ സഹോദരന്മാരില്. എന്തുവായിരുന്നു, ആൾക്കാരെ കൊണ്ടുവന്നു, വരുന്നു, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്തായാലും പോയില്ല. പിന്നെ വചനം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അങ്ങ് വായനയായിരിക്കുന്ന കണ്ടില്ലയോ? പോയില്ല. പിന്നല്ലാതെ ആരാ? പിന്നെ എന്നെ പറയണേ എന്തിനാ? നിങ്ങൾ സൺഡേ സ്കൂളിൽ ചാടിക്കേറി പഠിപ്പിക്കുകയും ഏരിയ മീറ്റിങ്ങിനൊക്കെ ചാടിക്കേറി പ്രസംഗം ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നിൽപ്പുണ്ടല്ലോ. എന്നിട്ട് ബെസ്റ്റ്. അങ്ങോട്ട് നോക്ക്. പവർ വിഷനി വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന അക്സ ജോഷി ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോഷി മാമനും പിള്ളേരും പോയാൻ തോന്നുന്നു. ഞായറാഴ്ച പോലും ഡ്യൂട്ടി എടുക്കാതെ കസേരയിൽ നിരക്കിയിട്ട്
പിന്നല്ല, വെള്ളയൊക്കെ ഇട്ട് മുന്നിൽ പോയിരുന്ന ആരാധനയെ മുടക്കത്തില്ല. ബാക്കിയുള്ളവരൊക്കെ ആരാധന മുടക്കി കാശ് വാങ്ങിക്കുമ്പോൾ കാശ് പോലും വേണ്ടെന്ന് പറഞ്ഞ് കസേര പോയി ഇരിക്കുന്നതാ. വേണ്ട നിൽക്കുന്നു, പോയില്ല. എന്നാലും ആ എടുക്കപ്പെട്ട ഷീച്ചാനെ പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ വിശുദ്ധനായ എന്തായാലും എന്റെ ആങ്ങള നല്ലവനാന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു, പോകുമെന്ന് അറിയായിരുന്നു. അതിലും വലിയ അതും പണ്ടും കൊള്ളത്തില്ല. അതിലും വലിയ രസം രാജി പോയി, ഡക്ലസ് ബ്രദർ പോയില്ല. സത്യമാകട്ടോ, സത്യമാ. എന്റെ സഹോദരിമാരെ നിർത്ത്. നമ്മളിപ്പോ വാദിച്ചും ഈ പറഞ്ഞും തർക്കിച്ചും നിൽക്കാനുള്ള സമയമല്ല. സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പോയി. ശരിയാകട്ടോ. നമ്മൾ എന്തോ ചെയ്യുന്നത്? പോയല്ലോ. നമ്മൾ ഇനി എങ്ങനെയാടി വല്ലവരുടെയൊക്കെ മുഖത്ത് നോക്കുന്നത്? ഡ്യൂട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വേർപെട്ടവരാന്ന് പറഞ്ഞോണ്ട് കണ്ണെഴുതാതെയും പൊട്ട് തൊടാതെയും ലിഫ്റ്റിക്ക് ഇടാതെയൊക്കെ വേർപെട്ട ജീവിതമൊക്കെ നയിച്ച് വിശുദ്ധരാന്ന് പറഞ്ഞ് നടന്നല്ലോ. ഇനി എങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് നോക്കും? ഒരു പാർട്ടിക്ക് പോലും പോകത്തില്ലായിരുന്നു അവരുടെ ഒന്നും കൂടെ. എന്തോ ചെയ്യുന്നു? ഇനി അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കുന്നായി പറയുന്നേ? ഇനി എന്തോ ചെയ്യുന്നത് നമ്മള്? നമുക്കിനി എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണം. കർത്താവിന്റെ അടുത്ത വരവിനെങ്കിലും നമുക്ക് പോകണം. ഇനിയിപ്പോൾ വന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും വചനം കേൾക്കുകയും അതനുസരിച്ച് നടക്കുകയൊക്കെ ചെയ്തവരായിരുന്നു. പക്ഷേ ഇനിയെങ്കിലും നമുക്ക് ഒരുക്കപ്പെട്ടവരായി അടുത്ത ഒരു ഇതിൽ നമുക്ക് ദൈവത്തിലേക്ക് പ്രാപിക്കാൻ നോക്കാം. ചേച്ചി ഇത് എന്തോ പറയുന്നത്? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ചേച്ചി? നമ്മൾ ഇനി എന്തോ ചെയ്യും ചേച്ചി? സത്യവാ, പിശാചിന്റെ അധീനതയിലല്ലയോ ഈ ഭൂമി. ദൈവം ഉണ്ടോ, പരിശുദ്ധാത്മാവുണ്ടോ, വചനം ഉണ്ടോ, എന്തെങ്കിലും ശക്തി ഉണ്ടോ ഇവിടെ? എന്തോ ചെയ്യും നമ്മളിനി എന്തോ ചെയ്യാൻ പറ്റും ചേച്ചി? ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയേച്ചി. നമ്മളിനി ഒന്നും പറയണ്ട. നമുക്കിനി എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കാൻ പോയേ പറ്റുള്ളൂ. പോയേ പറ്റത്തുള്ളൂ. പറ്റും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നാം കണ്ടത് ഒരു കഥ മാത്രമല്ല, നമ്മളെ ജാഗ്രതപ്പെടുത്തുന്ന ഒരു ആത്മീക സന്ദേശമാണ്. കർത്താവിൻ്റെ വരവ് എപ്പോൾ എന്നത് നമുക്കറിയില്ല. പക്ഷേ നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. സ്നേഹത്തിൽ നടക്കുക, പരസ്പരം ക്ഷമിക്കുക, നീതിയോടെ ജീവിക്കുക. ഇതാണ് നമ്മുടെ വിളി. ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിച്ച് ദൈവത്തോടൊപ്പം ശരിയായ ബന്ധത്തിൽ തുടരുവാൻ തീരുമാനിക്കാം. നാളേക്കായി കാത്തിരിക്കാതെ ഇന്ന് തന്നെ മാറ്റം ആരംഭിക്കാം. കാരണം സമയമാരെയും കാത്തിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗരിച്ചു കൊള്ളുവീൻ. മനുഷ്യപുത്രൻ വരുന്ന ദിവസം നിങ്ങൾക്കറിയില്ല.